പ്രൈസ് ലോർഡ്. നമ്മുടെ മിഷൻസ് ആൻഡ് ചർച്ച് പ്ലാന്റിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ 11ാമത്തെ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമുക്കൊരുമിച്ച് മിഷനെക്കുറിച്ചും ചർച്ച് പ്ലാന്റിങ്ങിൻ്റെ ചർച്ച് പ്ലാന്റിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ സുവിശേഷീകരണത്തിൻ്റെ പ്രാരംഭ ദിശയിലുള്ള ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം പ്രധാനമായും ചർച്ച ചെയ്തു, നാം പഠിക്കുവാൻ ശ്രമിച്ചു. ഒരു പ്രത്യേക സ്ഥലം എങ്ങനെ നമുക്ക് നിർണ്ണയിക്കാം, ആളുകളെ എങ്ങനെ കണ്ടെത്താം, ഒരു സ്ഥലം വേണമെന്നും ആ സ്ഥലം എങ്ങനെ നിർണ്ണയിക്കണമെന്നും ആ സ്ഥലത്ത് ആ ആളുകളുടെ ഇടയിലേക്കുള്ള പ്രവർത്തനത്തിന് ചെയ്യേണ്ട പ്രാരംഭ പടികൾ, ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്നും ആയിരുന്നു നാം കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവിടെയുള്ള ആളുകളോട് ആ ആളുകളിലേക്ക് എത്തി സുവിശേഷം എങ്ങനെ അവരോട് പറയാമെന്നും സുവിശേഷത്തോടുള്ള അവരുടെ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും എന്നും പ്രധാനപ്പെട്ട മൂന്ന് വിധ റെസ്പോൺസുകൾ, പ്രതികരണങ്ങൾ, സുവിശേഷത്തോടുള്ള പ്രതികരണങ്ങൾ നാം പഠിക്കുകയും ആ പ്രതികരണങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അതിനുശേഷം പിന്നെയും നമ്മൾ ചിന്തിച്ചത് പുതിയതായി യേശുവിനെ അറിഞ്ഞു വരുന്ന ആളുകൾക്ക് ചെയ്യേണ്ട അനുധാവന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, യെല്ലോ സിഗ്നൽ കാണിക്കുന്ന ആളുകളെ എങ്ങനെ അനുധാവന പ്രവർത്തനം ചെയ്യണം, ഗ്രീൻ സിഗ്നൽ കാണിക്കുന്ന ആളുകളെ എങ്ങനെ അനുധാവന പ്രവർത്തനം ചെയ്യണമെന്നും നാം പഠിച്ചു. യെല്ലോയും ഗ്രീനും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രമിച്ചു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിൽ ഗ്രീൻ സിഗ്നൽ ഉള്ള ആളുകളെ പ്രത്യേകിച്ച് ചെറു സംഘങ്ങളായി, ചെറിയ ഗ്രൂപ്പുകളായി, പേഴ്സണലി വ്യക്തിപരമായും ഒക്കെ വേണം അവരെ അനുധാവന പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് നാം പഠിച്ചു. വലിയ ഒരു സഭയിലേക്കോ ഒരു കൂട്ടായ്മയിലേക്കോ പെട്ടെന്ന് അവരെ വിളിക്കുന്നത് അവരുടെ ആത്മീയ മുന്നേറ്റത്തിന് ശരിയാവണ്ണം പ്രയോജനം ചെയ്യുകയില്ല എന്നുള്ളത് കൊണ്ട് ചെറുതായി അവരെ വ്യക്തിപരമായോ അല്ല അവരെ പോലെ ആ നിലവാരത്തിൽ അനുസരണത്തിൽ, ദൈവവചനത്തോടുള്ള അനുസരണത്തിൽ പുതുതായി സ്റ്റെപ്പുകൾ വെച്ചിട്ടുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടിയോ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് അവരെ ചെറിയ കെയർ സെൽ പോലെ ഗ്രൂപ്പുകളായി അവരെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നാം പറഞ്ഞ് നിർത്തിയത്. അവിടെ തന്നെയാണ് നാം ഇന്ന് തുടങ്ങുന്നത്. എന്തുകൊണ്ട് ചെറിയ ഗ്രൂപ്പുകളായി അവരെ പഠിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നാം പ്രധാനമായും ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പം അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് ഭവനങ്ങളിൽ വെച്ചായിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ, പാർക്കിലോ ഒരു മരത്തിൻ്റെ ചുവട്ടിലോ അതല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിലോ അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും അത് നടക്കുന്നത്. അപ്പം നമുക്കൊരു പേഴ്സണൽ ടച്ച്, വ്യക്തിപരമായ ബന്ധം അവരുമായി നിലനിർത്താൻ, സംസാരിക്കാൻ ഒക്കെ സാധിക്കും. അപ്പോൾ അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ടതായ വിഷയം, നമ്മൾ അവരെ അനുധാവന പ്രവർത്തനത്തിൽ പ്രധാനമായും പ്രസംഗങ്ങൾ പാടില്ല എന്നുള്ളതാണ്, പഠിപ്പിക്കലുകളാണ്. കാരണം കർത്താവ് പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട കൽപ്പനയുടെ ഭാഗം അതാണ്, അവരെ പഠിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പ്രമാണിക്കാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കത്തക്കവണ്ണം ഉപദേശിക്കുക, പഠിപ്പിക്കുക ടീച്ച് ദം എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. മൂലഭാഷയിൽ പഠിപ്പിക്കുക ട്രെയിൻ ചെയ്യുക, പഠിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ വിഷയം. പഠിപ്പിക്കുമ്പം നമുക്ക് ഒരു പ്രസംഗമല്ല, സംശയങ്ങൾ ചോദിക്കാം, സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാം. പക്ഷേ നമ്മളിവിടെ പ്രധാനമായും അനുവർത്തിക്കുന്ന, നാം ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന പ്രധാന ഭാഗം ചർച്ച ചെയ്ത് പഠിക്കുക എന്നുള്ള ആ സിദ്ധാന്തമാണ്. അതാണ് പ്രായോഗികമായി റിസൾട്ട് മിഷൻ പ്രവർത്തനങ്ങളിൽ, സഭാസ്ഥാപന പ്രവർത്തനങ്ങളിൽ, ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഒക്കെ റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ള, നമ്മൾ പ്രാക്ടിക്കലി ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. റിസൾട്ട് കൊണ്ട് ഫലം തന്നിട്ടുള്ള ഒരു പ്രവർത്തന രീതി അതാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഡിസ്കസ് ആൻഡ് ഡിസ്കവറി എന്നാണ്. ഡിസ്കസ് ആൻഡ് ഡിസ്കവറി ഗ്രൂപ്പ്.
ഡിസ്കവറി ഗ്രൂപ്പ്. മലയാളത്തിൽ ചർച്ച ചെയ്ത് പഠിക്കുക എന്ന് വേണം നമുക്ക് പറയാം. ചർച്ച ചെയ്ത് പഠിക്കുക. ഇപ്പം ഒരു നമ്മളവരെ അടുത്ത സ്റ്റെപ്പിലേക്ക്, ദൈവവചനത്തിൻ്റെ അനുസരണത്തിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രധാനമായും ഏത് പാഠങ്ങളാണ്, ഏത് കൃത്യമായി പാഠ്യപദ്ധതികൾ നമുക്കുണ്ടാവണം. പാഠ്യപദ്ധതികൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ചിന്ത. നമുക്ക് പുതുതായി യേശുവിലേക്ക് വരുന്ന ആളുകളെ, ഗ്രീൻ സിഗ്നലിലേക്ക് എത്തിപ്പെടുന്ന ആളുകളെ പിന്നെ പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ടതായ പാഠ്യഭാഗങ്ങൾ 36 ലെസൺസ്, ഡിസൈപ്പിൾഷിപ്പിന് വേണ്ടിയുള്ള 36 പാഠഭാഗങ്ങൾ നമുക്കുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രായോഗിക തലത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ, ആ പാഠങ്ങൾ, ആ പാഠ്യപദ്ധതികളാണ് പഠിപ്പിക്കേണ്ടത്. ആ പാഠങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. ആ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു അധ്യാപകൻ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന നിലയിലല്ല പുതുതായി വരുന്ന ആളുകളെ പഠിപ്പിക്കേണ്ടത്. അവർ തന്നെ ആ വേദഭാഗങ്ങൾ വായിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഡിസ്കസ് ആൻഡ് ഡിസ്കവർ ആണ്, ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് അവരോട് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ഭാഗത്ത് ഞാൻ താഴോട്ട് പറയാം. പക്ഷേ ആ ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് അറിയേണ്ട ചില കാര്യങ്ങൾ, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉദാഹരണത്തിന് അപ്പോൾ അവർ പറയുകയാണ് ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും കൽപ്പനകൾ പറയുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ട എന്തെങ്കിലും സ്വഭാവങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടോ? എന്തെങ്കിലും പാപങ്ങൾ ഇവിടെ പറയുന്നുണ്ടോ? ഈ കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ അതിനകത്തുനിന്ന് ഡിസ്കവർ ചെയ്യുകയാണ്, കണ്ടുപിടിക്കുകയാണ്. ഏതിനകത്തുനിന്ന്? ആ പ്രത്യേക നാം പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആ ദൈവവചന ഭാഗത്ത് നിന്ന് അവർ അങ്ങനെ എന്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ കണ്ടുപിടിച്ചിട്ട് അവരിങ്ങോട്ട് പറയണം, ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് അവരിങ്ങോട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവരിങ്ങോട്ട് പറയുന്നതായതുകൊണ്ട്, അവർ ഡിസ്കവർ ചെയ്ത് അവർ കണ്ടുപിടിച്ചതായതുകൊണ്ട്, അവർ തന്നെ ദൈവവചനം അങ്ങനെ പറയുന്നു എന്ന് സമ്മതിച്ച് പറയുന്നതായതുകൊണ്ട്, ആ ഡിസിഷൻ്റെ, ആ തീരുമാനത്തിൻ്റെ ഒക്കെ ഓണർഷിപ്പ് അവർക്കാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു എന്ന് നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കുമ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ചർച്ചയിൽ സാധാരണ അതാണ് നടക്കുന്നത്. അങ്ങോട്ട് പഠിപ്പിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഈ പുള്ളിയുടെ വ്യാഖ്യാനമാണ് എന്ന് ആളുകൾക്ക് തോന്നിപ്പോകുന്നു. മനസ്സിലായോ? ഒരു പ്രസംഗം കേൾക്കുന്നുണ്ട്, ഉഗ്ര പ്രസംഗമായിരുന്നു, പുള്ളിയുടെ വ്യാഖ്യാനം കൊള്ളാം എന്ന് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് പോരും. കാരണം നമ്മളെ അത് പേഴ്സണലി ടച്ച് ചെയ്തില്ല. നമ്മളെ ആ വചനം വ്യക്തിപരമായി സ്പർശിച്ചില്ല, വ്യക്തിപരമായി തൊട്ടില്ല, വ്യക്തിപരമായി നമ്മുടെ അകത്ത് ആ വചനം കയറിയില്ല. പുള്ളിയുടെ പ്രസംഗം കൊള്ളാം, വ്യാഖ്യാനമൊക്കെ വന്നാൽ ഉഗ്രം വ്യാഖ്യാനമാട്ടോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടെങ്കിൽ പോരും. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമായിട്ടാണ്, വചനത്തിലെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമായിട്ടാണ് നമ്മളതിനെ ഗ്രഹിച്ചത്. അതുകൊണ്ട് ആ കണ്ടുപിടുത്തത്തിന്, ആ വചനത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് അയാൾ കണ്ടുപിടിച്ചു, നമ്മളോട് പറഞ്ഞു, അതിന് നമ്മളുമായി വ്യക്തിപരമായ ഒരു ബന്ധം വന്നില്ല. പക്ഷേ നാം പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന, ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ അത് കണ്ടുപിടിച്ച് നമ്മളോട് ഇങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വചനത്തോട് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാവും, വ്യക്തിപരമായി അനുസരിക്കാനുള്ള ഒരു ബന്ധം ഉണ്ടാവും. അത് ഞാൻ കണ്ടുപിടിച്ചതാണ്, അതെന്നോട് സംസാരിച്ച വചനമാണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ തൊട്ട ആ വചനം അദ്ദേഹത്തെ സ്പർശിച്ചതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തൊട്ടതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഉൾക്കണ്ണ് കൊണ്ട് അത് കണ്ടതുകൊണ്ട് ഒക്കെ അദ്ദേഹത്തിന് അനുസരിക്കാൻ, ആ വചനം അനുസരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പലപ്പോഴും ആളുകളെ കൊണ്ട് വചനം അനുസരിപ്പിക്കാൻ ദൈവദാസന്മാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ദൈവദാസന്മാരുടെ കണ്ടുപിടുത്തമായിട്ടാണ് പ്രസംഗങ്ങളിലൂടെ വചനങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവദാസന്മാരുടെ കണ്ടുപിടുത്തമായിട്ടല്ല വചനം ആളുകളിലേക്ക് എത്തേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു ശൈലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞത്, പ്രസംഗമല്ല സഭയ്ക്കകത്ത് വേണ്ടത്, പഠിപ്പീരാണ് സഭയ്ക്കകത്ത് വേണ്ടത്. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? പഠിപ്പിക്കുമ്പോൾ അനുസരിക്കത്തക്കവണ്ണമാണ് പഠിപ്പിക്കേണ്ടത്. അപ്പം അനുസരിക്കത്തക്കവണ്ണം പഠിപ്പിക്കണമെങ്കിൽ ഏത് രീതി അവലംബിക്കണം? ഒരധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും അറിവുകളും പകർന്നു തരുന്നത് പോലെ പഠിപ്പിച്ചാൽ അത് പ്രവർത്തിക്കത്തക്കവണ്ണം ഉള്ള ഒരു പഠിപ്പിക്കുന്ന രീതി ആകാൻ സാധ്യതയില്ല. അതേസമയം ചർച്ച ചെയ്ത്, ഡിസ്കസ് ചെയ്ത്
നമ്മൾ അവരെ കൊണ്ട് അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ അത് ഒരു പഠന രീതിയുടെ ഏറ്റവും വലിയ വിജയമാണ്. നമുക്ക് തരുന്ന അസൈൻമെൻറ്റുകൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ട് സ്കൂളിലോ കോളേജുകളിലോ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് തരുന്ന അസൈൻമെൻറ്റുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മളത് മറക്കുകയില്ലെന്നുള്ളതാണ് സത്യം. നമ്മളത് ഫോളോ ചെയ്യും. ആരെന്തെല്ലാം പറഞ്ഞാലും നമ്മൾ പറയാം അല്ല ഇങ്ങനെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയും. കാര്യം എന്താണ്? അത്രയും ഉറപ്പായി നാം പറയാനുള്ള കാര്യം, അത്രയും ഗ്രാഹ്യമായി നാം ഗ്രഹിക്കാനുള്ള, അത്രയും ദൃഢമായി നാം ഗ്രഹിക്കാനുള്ള കാരണം നമ്മുടെ പഠന രീതിയുടെ വ്യത്യാസമാണ്. അപ്പോൾ പഠന രീതി പ്രായോഗികമാക്കി വേണം നാം ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ആളുകളിലേക്ക്, വചനത്തിൽ നിന്നുള്ള നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ആളുകളിലേക്ക് കൊടുക്കുന്നത് പ്രയോജനം ചെയ്യുകയില്ല, അധികം പ്രയോജനം ചെയ്യുകയില്ല. നമ്മൾക്ക് നല്ലൊരു മീറ്റിംഗ് കൂടി പോകാം, പക്ഷേ ആളുകളുടെ ഹൃദയത്തിൽ അത് തൊടുകയില്ല. പേഴ്സണൽ ടച്ച് ആ വചനവുമായ ആളുകൾക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. മിക്കപ്പോഴും, ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകാം, പക്ഷെ മിക്കപ്പോഴും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ചർച്ച ചെയ്ത് ഈ ദൈവവചന പഠനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരണം എന്ന് നാം പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ടതായ കാരണം. ഉദാഹരണത്തിന് നമ്മൾ അവരെ സ്നാനത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, സ്നാനത്തെക്കുറിച്ചുള്ള വേദഭാഗമാണ് പഠിപ്പിക്കുന്നത് എന്നിരിക്കട്ടെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, ഇവിടെ ദൈവം നമ്മളോട് അനുസരിക്കാൻ പറയുന്നത് എന്താണ്? കൽപ്പന എന്താണ്? ദൈവം അനുസരിക്കാൻ നമ്മളോട് പറയുന്ന കൽപ്പന എന്താണ് എന്ന് നാം അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവരത് ഒന്നുകൂടെ വായിച്ചു. കൽപ്പന ഒന്നും കാണുന്നില്ലെന്ന് പറയും, ഒന്നുകൂടെ വായിച്ചു നോക്കി. അപ്പം ഒന്നുകൂടെ 2-3 പ്രാവശ്യം അവർ ആ വേദഭാഗം വായിച്ചു കഴിയുന്നതുകൊണ്ട് അവർ പറയാണ് വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നത്. അപ്പം ഏൽക്കണം, ചെയ്യണം എന്ന് പറയുന്നത് സ്നാനാണ്. അല്ലെങ്കിൽ അവർ പറയുകയാണ്, നിങ്ങൾ പോയി സകല സൃഷ്ടികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി, അപ്പോൾ ചെയ്യണം എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് അവരിങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, അവരിങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, സഹോദരൻ അത് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? ആ കൽപ്പന അനുസരിക്കാൻ, ആ വചനം അനുസരിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ എന്ന്, എപ്പോൾ, എവിടെ, കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇമ്മീഡിയറ്റ്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന്, എപ്പോൾ ചെയ്യണോ അദ്ദേഹം ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നതുകൊണ്ട് 1 വർഷം കഴിയട്ടെ എന്നുള്ളതാണ് മിക്കപ്പോഴും പരമ്പരാഗതമായി നമ്മൾ പറയുന്ന ആൻസർ. നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യും. നിങ്ങൾ ദൈവവചനം വിശ്വസിക്കുന്നെങ്കിൽ അതിൻ്റെ അടുത്ത പാഠങ്ങൾ അദ്ദേഹത്തെ എത്രയും വേഗത്തിൽ പഠിപ്പിച്ച് ആ വേദഭാഗങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ തന്നെ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ അവലംബിക്കണം എന്ന് പറയുന്ന മാർഗത്തിലാണ് തെറ്റില്ലാത്തത്. അതായത് നമ്മൾ പിന്നെയും മുൻപോട്ട് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. ഇവിടം കൊണ്ട് നമ്മുടെ പഠിപ്പീര് തീർന്നില്ല. സഭകളിൽ അവിടം കൊണ്ട് പഠിപ്പീര് തീർന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുറേ നാൾ പുള്ളി വരട്ടെ, 1 വർഷം ഇരിക്കട്ടെ, നോക്കട്ടെ, കാണട്ടെ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹത്തെ നാം പഠിപ്പിക്കുന്നില്ല. അദ്ദേഹം തന്നെത്താനെ വ്യത്യാസപ്പെട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കട്ടെ എന്ന് ഉള്ളതാണ് ചർച്ചിൻ്റെ ചിന്താഗതി. അതുകൊണ്ട് മുൻപോട്ട് സ്നാനം കഴിഞ്ഞ് പിന്നെ പഠിപ്പീര് സഭയ്ക്കകത്ത് ഇല്ലാത്തത് കൊണ്ട് പിന്നെ പ്രസംഗങ്ങളേ ഉള്ളൂ. പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് പ്രസംഗവും പഠിപ്പീരും തമ്മിലുള്ള വ്യത്യാസം ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ചിന്ത. ഒരു പ്രാവശ്യം കൂടെ ഞാനത് പറയാം. പ്രസംഗങ്ങൾക്ക് പ്രവൃത്തി കുറവാണ്. പ്രസംഗങ്ങൾ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന പ്രവൃത്തി ആപ്ലിക്കേഷൻസ് കുറവാണ്. നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കുറവാണെന്ന് മാത്രമല്ല, അതിന് ഫോളോ അപ്പ് ഇല്ല. അത് ചെയ്തോ ഇല്ലയോ എന്നുള്ള പരിശോധനയുമില്ല. പക്ഷേ പഠിപ്പിക്കലിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാത്തിനും ആപ്ലിക്കേഷനാണ്. ഏത് വചനം പഠിച്ചാലും അത് ആപ്ലിക്കേഷൻ. എങ്ങനെ അത് അപ്ലൈ ചെയ്യാം, നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യും, ആരോട്, എപ്പോൾ, എങ്ങനെ എന്നൊക്കെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായി അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെ, എപ്പോൾ, എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ഒരു ഐഡിയ, ഒരു ചിന്ത, ഒരു ബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാക്കാൻ പഠിപ്പിക്കലുകൾക്ക് കഴിയും. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ സഹായിച്ചു. പഠിപ്പിച്ചു എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിലും ഞാൻ മിക്കപ്പോഴും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. പഠിപ്പിക്കുകയല്ല, പഠിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളത് പഠിക്കാൻ ഉള്ള ശ്രമം ഞാൻ തരികയാണ് നിങ്ങൾക്ക്. അപ്പോൾ അതാണ് ഡിസ്കസ് ആൻഡ് ഡിസ്കവറിയാണ് പ്രധാനപ്പെട്ടത്. അതിൻ്റെ അകത്ത്
ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഓണർഷിപ്പ് എൻ്റെയാണ്. ഞാനാണിത് കണ്ടുപിടിച്ചത്, ഞാനാണത് ചെയ്യണമെന്ന് പറഞ്ഞത്, ഞാനാണത് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കണ്ടുപിടിച്ചതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഉത്തരവാദിത്വം ഇല്ലാതെങ്കിൽ ആരും ഒരു കാര്യം ചെയ്യുന്നില്ല. അപ്പോൾ ആത്മീക ഉത്തരവാദിത്വം നമ്മളവരെ ഏൽപ്പിക്കുന്നു. ആത്മീകമായി വചനം പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളവരെ പഠിപ്പിക്കുന്നു ഇതിൽ കൂടെ. എന്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് ഈ മോഡൽ കാണിച്ചു കൊടുക്കുന്നതെന്ന് അറിയാമോ? ഈ മോഡൽ കാണിച്ചു കൊടുക്കുന്ന അവരും മറ്റൊരാളെ പഠിപ്പിക്കുന്നയാളായി മാറണം. ഇപ്പം കർത്താവ് പറഞ്ഞ അങ്ങനെയല്ല, നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കുക, പഠിപ്പിച്ച് ശിഷ്യരാക്കുക, സ്നാനപ്പെടുത്തി, സുവിശേഷം പറഞ്ഞ് സ്നാനപ്പെടുത്തി പഠിപ്പിച്ച് ശിഷ്യരാക്കുക. അവർ മറ്റുള്ളവരെ, ഇപ്പോൾ പൗലോസിൻ്റെ ഭാഷയിൽ അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, ഞാൻ നിന്നെ പരമേൽപ്പിച്ചത് വിശ്വസ്തരായ മറ്റുള്ളവരെ പരമേൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അടുത്ത തലമുറകളിലേക്ക്, അടുത്ത സ്പിരിച്വൽ ജനറേഷനിലേക്ക് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം പാസ് ഓൺ ചെയ്യണം, കടന്നു പോകണം. അത് തന്നെ അവരാവർത്തിക്കണം. അതിൻ്റെ നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തുടങ്ങണം. ആ നിലയിലേക്ക് അവരെ വളർത്തുമ്പോഴാണ് സത്യത്തിൽ അവർ ശിഷ്യരായി മാറുന്നത്. അപ്പം ഡിസ്കസ് ആൻഡ് ഡിസ്കവറി എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചെറിയ സംഘങ്ങളായി, ചെറിയ ഗ്രൂപ്പുകളെ വ്യക്തിപരമായോ ചെറിയ സംഘങ്ങളായോ ആളുകളെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുമ്പോൾ പഠിപ്പിക്കേണ്ട മെത്തേഡ് ഡിസ്കസ് ആൻഡ് ഡിസ്കവറി എന്ന മെത്തേഡായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇനി അതിൻ്റെ പഠിപ്പിക്കേണ്ട രീതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പെട്ടെന്ന് വേഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പഠിപ്പിക്കേണ്ട രീതി, അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സുവിശേഷ സംഘടനകളുടെ ഇടയിൽ പ്രായോഗികമായി എഫക്റ്റീവാണെന്ന്, നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ട ചില പ്രായോഗിക ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്, നല്ല പ്രായോഗിക വശങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഗ്രൂപ്പായിട്ട് അവരെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പേഴ്സണലി അവരെ പഠിപ്പിക്കുമ്പം ഇവിടെ എല്ലാവരും തുല്യരാണ്. നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുകയാണ്, നമ്മൾ ഒരുമിച്ച് സംസാരിക്കുന്നു, എല്ലാവരും ആ വചനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. അപ്പം അങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അവർ ഒരു തെറ്റായ ഉത്തരമാണ് അവർ പറഞ്ഞതെങ്കിൽ, നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ കളിയാക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഒന്നുകൂടെ നോക്കൂ, ഒന്നുകൂടെ അവിടെ വായിച്ചു നോക്കൂ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക, അങ്ങനെ തന്നെയാണോ അവിടെ പറയുന്നതെന്ന് നോക്കുക എന്ന പോസിറ്റീവ് അപ്രോച്ചിൽ വേണം നമ്മളവരെ പഠിപ്പിക്കാൻ. കാരണം നമ്മൾ അവരെ ആദ്യത്തെ സെഷനിൽ തന്നെ, ആദ്യത്തെ ഭാഗത്ത് തന്നെ നമ്മളവരെ ഇൻസൾട്ട് ചെയ്യുന്നു, നമ്മളവരെ കളിയാക്കുന്നു, അവർക്കൊന്നും അറിയത്തില്ലെന്ന് വരുത്താൻ നമ്മൾ ശ്രമിക്കുന്നു എന്ന ചിന്ത അവരുടെ അകത്ത് ഉണ്ടാവാൻ പാടില്ല. അവരെ മുമ്പോട്ട് വരാൻ നമ്മൾ സഹായിക്കുന്നു എന്ന ചിന്തയാണ് അവരുടെ അകത്ത് ഉണ്ടാക്കേണ്ടതും നമ്മുടെ ലീഡർഷിപ്പിൽ നാം പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ ഇനി ചെയ്യുന്നത്, ഇവിടുത്തെ രീതി ഡിസ്കസ് ആൻഡ് ഡിസ്കവർ ആണ് നമ്മുടെ മെത്തേഡ്. D&D രീതി എന്ന് പറയുന്നത് 3/3 എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. 3 ഭാഗങ്ങൾ. 3/3 എന്ന് പറയുന്നത് 3/3 3/3 എന്നാണ് അതിൻ്റെ അർത്ഥം. 3/3 രീതിയാണ് അവലംബിക്കേണ്ടത് ചെറിയ ഗ്രൂപ്പുകളെ പഠിപ്പിക്കുമ്പോൾ. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞു തീർക്കാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ സമയത്തിനുള്ളിൽ സാധിക്കുമോ എന്നെനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ പരമാവധി വേഗത്തിൽ അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് 3/3 അവലംബിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇത് ബെസ്റ്റ് പ്രാക്ടീസ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. 3/3 എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഒരു 90 മിനിറ്റ്സ് അല്ലെങ്കിൽ 90 മിനിറ്റ്സ് ഒരുമിച്ച് 90 മിനിറ്റ് ഒരുമിച്ച് നിങ്ങൾ ഈ പുതിയ ആളുമായി സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ടതായ കാര്യമെന്ന് പറയുന്നത്, ആ 90 മിനിറ്റുകളെ 3ആയി വിഭാഗിക്കണം. ഇത് ഒന്നാമത്തെ 3/1, ഇത് 3/2, ഇത് 3/3, മൂന്നാമത്തെ ഭാഗം. അപ്പം ഈ ഭാഗങ്ങളെ, ഇതാണ് 3/3 എന്ന് പറയുന്നത്. 3 ഭാഗങ്ങളായി നിങ്ങൾ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഫോളോ അപ്പ്, അനുധാവന പ്രവർത്തനത്തിൽ നിങ്ങൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ സമയത്തെ 3 വിഭാഗങ്ങളാക്കണം. 3 കാര്യങ്ങൾ ചെയ്യാൻ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് 3 വിഭാഗങ്ങളാക്കേണ്ടത്. എന്തുകൊണ്ടാണ് 3 വിഭാഗങ്ങളാക്കിയില്ലെങ്കിൽ എന്നാ കുഴപ്പം എന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടായേക്കാം. ഇങ്ങനെ തിരിച്ചില്ലെങ്കിൽ എന്നാ കുഴപ്പം? ഇങ്ങനെ തിരിച്ചില്ലെങ്കിൽ പറ്റാവുന്ന കുഴപ്പം,
നമ്മൾ ഈ ഒരു കാര്യം തന്നെ ചിലപ്പോൾ 90 മണിക്കൂർ 90 മിനിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയാതെ പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒറ്റ കാര്യത്തിൽ നിന്ന് മുമ്പോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ശരിയായ നിലയിൽ ശുചിത്വത്തിലേക്ക് നടത്താൻ പറ്റാതെ പോകും. ആ ഒരു ക്ലാസ് കൊണ്ട് ശരിയായ നിലയിൽ അന്നത്തെ ആ ക്ലാസ്സിൻ്റെ നാം പ്രതീക്ഷിക്കുന്ന റിസൾട്ടിലേക്ക് അവരെ നയിക്കാൻ കഴിയാതെ പോകും. ഇത് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കുക എന്നുള്ളത് തലക്കെട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. തിരിഞ്ഞു നോട്ടം, തിരിഞ്ഞ് നോക്കുക എന്ന് വേണമെങ്കിൽ പറയാം. തിരിഞ്ഞു നോക്കുക എന്നുള്ള ലുക്ക് ബാക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ലുക്ക് ബാക്ക്, പുറകോട്ട് നോക്കുക. എന്താ പുറകോട്ട് നോക്കണ്ടേ? പുറകോട്ട് നോക്കുന്നത് ഇത് തുടർമാനമായി ആദ്യത്തെ ക്ലാസ്സിൽ പുറകോട്ട് നോക്കാൻ ഒത്തിരി കാര്യങ്ങളില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലുക്ക് ബാക്കിലെ പ്രവർത്തന രീതി അതാണ്. തിരിഞ്ഞു നോട്ടത്തിലെ പ്രവർത്തന രീതി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എന്താ ചെയ്തത്, എന്തായിരുന്നു നമ്മൾ പഠിച്ചത്, അതെങ്ങനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു, അതിൻ്റെ ചെറിയ സാക്ഷ്യങ്ങൾ, അതൊക്കെയാണ് തിരിഞ്ഞു നോട്ടം.